ഇന്ത്യയിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളിൽ അത് ഒരു 3 വർഷം കഴിയുമ്പോഴേക്ക് അത് ഫെയിലായി പോകുന്ന നല്ലൊരു ശതമാനം. അതിൽ 90% ഫെയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ്. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചറിങ് കറക്റ്റ് ആവാതില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഒരു ബിസിനസ് കോച്ചിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഓണേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അടിസ്ഥാനം അല്ലെങ്കിൽ തറ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചറിങ് കറക്റ്റ് ആക്കാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 5 കാര്യങ്ങൾ ശ്രദ്ധിക്കൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 5 കാര്യങ്ങൾ. അതല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ഒരു ലോങ് ടേമിൽ ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കുന്ന ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡായി സസ്റ്റൈനബിൾ ആയിട്ട് നിലനിന്ന് പോല. ഒന്നെങ്കിൽ അതിന് ഗ്രോത്ത് മുരടിക്കും, അതല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ ഏതെങ്കിലും ഫേസിൽ അത് കുത്തിമറിഞ്ഞ് വീഴും. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒരു ലോങ് ടേമിൽ ജനറേഷനിൽ നിലനിൽക്കുന്ന ഒരു കിടിലൻ മൾട്ടിനാഷണൽ ബ്രാൻഡ് സ്വപ്നം കാണുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു ബിസിനസ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടാകും. അതേപോലെ വിഷണറി ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബിഗ്ഗർ തോട്ടുള്ള ഒരു മൈൻഡിന് വലിപ്പമുള്ള ഒരാളായിരിക്കണം നമ്മൾ ബിസിനസ് പാർട്ട്ണർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഒരു കമ്പനിയിൽ കോച്ചിങ്ങിന് പോയപ്പം അവരുടെ ഒരു ഹിസ്റ്ററി ഞാനിങ്ങനെ കേൾക്കായിരുന്നു. അപ്പോൾ അവർ ആക്ച്വലി 4 പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഈ 4 പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് ടോട്ടലി ആദ്യം 4 ഔട്ട്ലെറ്റ് ആയിരുന്നു അവർക്കൊരു സ്വപ്നം. അതായത് 4 ആൾക്ക് ഓരോ ഔട്ട്ലെറ്റ് എന്നുള്ളത്. പിന്നെ അത് എങ്ങനെയോ വളർന്ന് 8 എണ്ണമായി, അത് 12 എണ്ണമായി. അത് തന്നെ ഒരാൾ മിടുക്കനാണ്. അപ്പോൾ അയാൾക്കാണ് ഈ കൂട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത്. ബാക്കി 3 പേർക്കും അൽഹംദുലില്ലാ നമ്മൾ ഒരു ഷോപ്പ് സ്വപ്നം കണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓരോരുത്തർക്ക് 3 ഷോപ്പ് ഇതായി. അപ്പോൾ ബാംഗ്ലൂർ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഒരു അൽഹംദുലില്ലാ മോഡിലേക്ക് വരും. അതായത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ഞാനായി പോയി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ മറ്റേ ആളിങ്ങനെ ഒരു 100 ഔട്ട്ലെറ്റ് തുടങ്ങണം, ഇത് പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പിനെ കൊണ്ടുവരണം, ഇതൊരു കാലത്ത് IPO അടിക്കണം, നമ്മളില്ലാത്ത കാലത്ത് നിലനിൽക്കണം, ഇതൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവണം, അങ്ങനെയൊക്കെയുള്ള ഭ്രാന്തമായ കേട്ടാൽ അടി കിട്ടേണ്ട കുറേ ചിന്തകളുമായിട്ട് മറ്റൊന്ന് നടക്കണം. അപ്പോൾ എപ്പോഴൊക്കെ ഇവൻ ഈ ചിന്തകൾ പറഞ്ഞോ മറ്റുള്ളവരുടെ നിന്ന് അടി കിട്ടും. അനക്ക് മര്യാദയ്ക്ക് മാസത്തിൽ നല്ലൊരു സംഖ്യ കിട്ടില്ല, എന്തിനാണ് ഭ്രാന്തേരി നടക്കണേ? കുറേ വലുതായ റിസ്ക് കൂടും, കുറേ പൈസ ഉണ്ടായ ടാക്സ് കുറേ കൊടുക്കേണ്ടി വരും, കുറേ പൈസ ഉണ്ടായ പിന്നെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും, മാണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ഇവൻ എപ്പോഴൊക്കെ ഇവൻ സ്വപ്നങ്ങളെ കുറിച്ച് പറയും. അപ്പം അടിച്ച് തള്ളിയിടുന്ന ഒരു പാർട്ട്നേഴ്സ് ആയിരുന്നു. അങ്ങനെ അവർ 16 വർഷം അങ്ങനെ പോയി. 16 വർഷം ഇയാളുടെ സ്വപ്നങ്ങൾ നടക്കാതെ 16 വർഷം. പിന്നീട് അയാൾക്ക് ബോധ്യമായി, ഇതിപ്പോൾ സംഭവം ഇവരെ കൂടെ കൂടിയാൽ ഇത് വളരില്ല, ഞാൻ വേറെന്തെങ്കിലും തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ മറ്റൊരു സംവിധാനം തുടങ്ങി. അതായത് വലിയ ഒരു മീൻ കച്ചവടം പോയി തുടങ്ങി. മീൻ കച്ചവടം ഭയങ്കര വിശാലമായിട്ടൊരു 5 മില്യൺ ദിർഹംസോളം മുടക്കിയിട്ടുള്ള വലിയൊരു മീൻ കച്ചവടം, ഫ്രോസൺ, ഫ്രഷ്, ലൈവ് കുക്കിംഗ് ഒക്കെ ഉള്ള വലിയൊരു സംവിധാനം. ഏതായാലും ഇയാൾക്ക് മീൻ തിന്നാൻ മാത്രമേ അറിയുള്ളായിരുന്നു, മീൻ വിൽക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എന്തായിപ്പോയി, ആ ഓപ്പൺ ചെയ്ത കാലഘട്ടങ്ങളിൽ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കൊണ്ടുപോയി അവിടെ ഇരുന്ന് അടിച്ച ചുട്ട മീനും പൊരിച്ച മീനും മാത്രം ബാക്കി 5 മില്യൺ 10 കോടി പോയി കിട്ടി. അങ്ങനെ എന്തായാലും മീൻ കച്ചവടം തുടങ്ങി തോറ്റ് തുന്നമ്പാടി വന്ന ഇയാളോട് പാർട്ട്നേഴ്സ് അപ്ലൈ പറഞ്ഞടാ, എന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടട്ടോ എന്ന്. നമുക്ക് ഭയങ്കര സന്തോഷമായി 4 ആക്കും. കാരണം ഒരു കുറെ കാലമായാലും അവനോട് പറയണേ ഈ വേണ്ടാത്ത പണിക്ക് കണ്ടാന്ന്. അപ്പോൾ അവരവനെ വിളിച്ചിരുത്തി പറഞ്ഞു, മോനെ എനിക്കിപ്പോൾ 10 കോടി കടമുണ്ട്, അപ്പോൾ നീ കടമുള്ള നീ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിന് ഒരു ചീത്തപ്പേരാണ്, നീ ഒരു കാര്യം ചെയ്തോ, പിരിഞ്ഞു പോയിക്കോ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അവകാശപ്പെട്ട എനിക്ക് തന്നാളെ ഞാൻ പിരിഞ്ഞു പോയിക്കോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഓരോരുത്തർ 3 ഷോപ്പ് അവരെടുത്ത്, ഓരോരുത്തർ ഒരു ഷോപ്പ് 3 ഷോപ്പ് ഇയാൾക്കും കൊടുത്ത്, അങ്ങനെ ബാക്കി 3 ആളും അങ്ങനെ തന്നെ നിലനിർന്ന് ഇയാളുടെ ഷോപ്പ് ഊരി ആ 3 ഷോപ്പായിട്ട് ഇയാൾ പോന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ 100% ഓണർഷിപ്പ് ഇയാളെ കയ്യിലാണല്ലോ. 100% ഓണർഷിപ്പ് ഇയാളെ കയ്യിലാണ്. അങ്ങനെ അത് വെച്ചിട്ട് അയാൾ ആ 3 4 ആക്കി, 5 ആക്കി, 6 ആക്കി, 7 ആക്കി, 8 ആക്കി, അങ്ങനെ അയാളുടേതായ രീതിയിൽ ഗ്രോ ചെയ്ത് പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അയാളുടെ സ്കില്ലല്ലാത്ത വേറെ ഒരു സ്കില്ല്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, സ്ട്രക്ചറിങ്, ഗ്രോയിങ്, ഫണ്ടിങ് ഒക്കെ സ്കില്ലുള്ള ഒരാളെയും കൂടി കൂട്ടി അയാൾ വളർന്ന് ഇന്നത്തെ ആസ് ഓഫ് ടുഡേ നോക്കുകയാണെങ്കിൽ വിഷണറി ആയിട്ടുള്ള ലീഡർ നിയർലി ഒരു 38-42 ഔട്ട്ലെറ്റ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അയാൾ 150 ഔട്ട്ലെറ്റ് എന്നുള്ള ഡ്രീമിൽ മുന്നോട്ട് പോകുന്നു. മറ്റവർ ആ ഒരു 9 ഷോപ്പ് അതിൽ 1-2 പൂട്ടി ഇപ്പോൾ 7 ആയിട്ട് അവരങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എപ്പോഴും അവർ ഹാപ്പിയാണ്. കാരണം അവരുടെ ഒരു ലൈഫിൻ്റെ ഗോൾ വെച്ചിട്ട് അവർ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ ഇവർ വിഷണറി അല്ല, അവർ മോശക്കാരൊന്നുമല്ല, പക്ഷെ വിഷണറി അല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളുടേതല്ലാത്ത വ്യത്യസ്തമായ ഒരു സ്കില്ലുള്ള ഒരാളായിരിക്കണം നമ്മുടെ പാർട്ട്ണർ എന്നുള്ളത്. ഒരു 3 പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉഷാറാണ്. പക്ഷെ വ്യത്യസ്ത സ്കില്ലുള്ള 3 പാർട്ട്നേഴ്സ്. അതിലൊരു കാര്യം പ്രധാനമായിട്ട് ഇവിടെ വിഷണറി ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരാൾ ഒരു എക്സ്ട്രാ സ്കില്ലുള്ള ഒരു ഭയങ്കര എന്താണ് പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല ഒരാളായിട്ട് അയാൾക്ക് ഇതിൽ മേജർ ഒരു മിനിമം 51% ഷെയറെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോഴാണ് ആ കമ്പനിക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ടാകുക. മറ്റത് എല്ലാവർക്കും 25-25 അല്ലെങ്കിൽ എല്ലാവർക്കും 30-30 അല്ലെങ്കിൽ എല്ലാവർക്കും 50-50 ആണെങ്കിൽ പൊതുവേ
ആ കമ്പനി ലോങ് ടേമിൽ റണ്ണായി മുന്നോട്ട് പോകാറില്ല. പാർട്ട്ണർഷിപ്പ് അടിച്ച് പിരിയുക, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അടിച്ച് പിരിയാതെ അവർ ഒരു തീരുമാനമാകാതെ എല്ലാ തീരുമാനങ്ങളും അലമലിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ആ കമ്പനിയും ഗ്രോ ചെയ്യില്ല. അപ്പോൾ ഒന്നാമത്തെ ഘടകം അതാണ്. രണ്ടാമത്തത്, ഇപ്പം നമ്മൾ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ബിസിനസ്സിൽ കുറേ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ മനുഷ്യനും കീപ്പ് ചെയ്യുന്ന പിന്നെ ആശയങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു കമ്പനികളിലും ബാങ്ക് ലോൺ ഇല്ല. അതെൻ്റെ ഒരു പേഴ്സണൽ വാല്യൂ ആണ്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ പിന്നെ ഒരു പക്ഷേ നമുക്ക് ബാങ്ക് ലോൺ എടുത്തിട്ട് ഫണ്ട് റൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ നോ എന്ന് പറഞ്ഞാൽ എന്നോട് തെറ്റും, ഞാൻ യെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ, എൻ്റെ സ്വത്തം എന്നോട് തെറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നോ പറയാതിരിക്കാനും പറ്റില്ല, യെസ് പറയാനും പറ്റില്ല. അങ്ങനെ ഞാനത് മിക്കവാറും മൗനം പാലിക്കും. മൗനം പാലിച്ച് അവൻ ബാങ്ക് ലോൺ എടുത്ത് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കും. പക്ഷേ പിന്നീട് എന്നോട് തന്നെ ഒരു കുറ്റബോധമായിരിക്കും, ഇത് എനിക്കിഷ്ടമില്ലാത്ത ഒരു ഫണ്ടിങ് സോഴ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ എൻ്റെ മൂല്യം, എൻ്റെ വാല്യൂ, എൻ്റെ സ്വത്തം, എൻ്റെ ആത്മാവൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മുടെ ബിസിനസ് പാർട്ട്ണർ നമ്മുടെ അതേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കും. അപ്പോഴേ നമുക്ക് കമ്പനിയുടെ കോർ വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിയുടെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വാല്യൂസ് മാച്ച് ആയിട്ടില്ലെങ്കിൽ മിക്കവാറും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ട് അടിച്ച് പിരിയുമെന്നുള്ളതാണ്. പിന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മളൊരാളോട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ഫാമിലി ഒന്ന് ശ്രദ്ധിക്കുക. അയാളും അയാളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം എന്താണ്, അയാളും അയാളുടെ മക്കളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഉമ്മയും ബാപ്പയും അതല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളൊക്കെ തമ്മിൽ അയാളുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അയാളെ പാർട്ട്ണർഷിപ്പ് കൂട്ടാൻ പറ്റിയാൽ. കാരണം അയാൾക്ക് ഹ്യൂമൻ റിലേഷൻഷിപ്പ് മെയിൻ്റനൻസ് അറിയാം. നേരെ മറിച്ച് ഡൈവേഴ്സ് ആയ ആളാണെങ്കിൽ കൂട്ടരുത്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അറിയില്ല. അല്ലെങ്കിൽ മക്കളായിട്ട് തെറ്റിക്കഴിയുന്നു, ഭാര്യയായിട്ട് തെറ്റിക്കഴിയുന്നു, അമ്മയായിട്ട് തെറ്റിക്കഴിയുന്നു, അതല്ലെങ്കിൽ ബ്രദേഴ്സായിട്ട് തെറ്റിക്കഴിയുന്നു, അങ്ങനെയുള്ള നൈബേഴ്സായിട്ട് തെറ്റിക്കഴിയുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അയാളുടെ പ്രശ്നം എന്താ വെച്ചാൽ അയാൾക്ക് ആക്ച്വലി ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അയാളുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും തന്നെ അയാളുടെ റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് അവരുമായിട്ട് നല്ലൊരു ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും എവിടുന്നോ വന്ന ഒരു ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള നിങ്ങളെ ലോങ് ടേമിൽ 10, 20, 50, 100 വർഷം അയാൾ കൊണ്ട് നടക്കൂല. അപ്പം അത് പ്രാഥമികമായിട്ട് എപ്പോഴും പരിശോധിക്കേണ്ട. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു അയാളുടെ ഭാര്യയെ ഡൈവേഴ്സാക്കിയ സമയത്ത് 2 ഇൻസിഡൻറ്റ് സംഭവിച്ചു. ഒന്ന്, അയാളുടെ ബിസിനസ് പാർട്ട്ണറുടെ ഉമ്മ പറഞ്ഞു അയാളായിട്ട് ബിസിനസ് പിരിഞ്ഞാളാന്ന്. അതുപോലെ അയാളുടെ ഫ്രണ്ടിൻ്റെ ഭാര്യ പറഞ്ഞു ഇഞ്ഞോ എൻ്റെ ഒപ്പം നടക്കരുത്. അങ്ങനെയുണ്ടല്ലോ, ഒരാൾ ഭാര്യനെ ഡൈവേഴ്സ് ആക്കിയിട്ടില്ല, ബാക്കിയൊക്കെ സെറ്റാണ്. പക്ഷേ മറ്റവൻ്റെ പാർട്ട്ണറുടെ ഉമ്മ പറയാണ് ഓൻ്റെ ഒപ്പം കച്ചവടം ചെയ്യേണ്ട, ഫ്രണ്ടിൻ്റെ ഭാര്യ പറയാണ് ഓൻ്റെ ഒപ്പം നീ നടക്കേണ്ടതെന്ന്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്ക് ബിസിനസ് പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ഇൻവിസിബിൾ തിയറിയാണ് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കണ്ടേ. മറ്റൊന്ന് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പിൽ നോക്കുമ്പം വിഷനറി ആയിട്ടുള്ള ഒരേ വിഷൻ വേണം, ഒരേ വാല്യൂസ് വേണം, നല്ല ഫാമിലി ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ ഒരാളെ പാർട്ട്ണറായി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനം, അയാളുടെ പാസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അയാൾ ഇതിൻ്റെ മുമ്പ് ബിസിനസ് ചെയ്ത് പൊട്ടി, കടം കുടുങ്ങി, ആൾക്കാരെ പറ്റിച്ച്, അവിടെ കടം കുടുങ്ങി, ഇവിടെ കുടുങ്ങുമ്പോൾ നാട്ടിൽ നിന്ന് മുങ്ങി, അങ്ങനെയോ കളിച്ച ഒരാളാണ്, ഫോൺ എടുക്കാതെ മുങ്ങി കളിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ വന്നിട്ട് നിങ്ങളോട് കുറേ കഥകളൊക്കെ പറഞ്ഞ് അന്നൊക്കെ അങ്ങനെ ആയെങ്കിലും ഞാനിപ്പോൾ ഡീസൻ്റാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ജോയിൻ ചെയ്യാം. പിന്നെ അന്ന് എന്നെ ഓൻ പറ്റിച്ചിട്ടാണ്, അങ്ങനെ പ്രശ്നമായിട്ടാണ്, അത് ഓനാണ് ചതിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ നിങ്ങളോട് പറയും. ലാസ്റ്റ് സിമ്പതിയിൽ വീണിട്ട് നിങ്ങൾ എന്താക്കും, അയാളെ പാർട്ട്ണറായിരിക്കട്ടും. ഈ പറ്റിക്കുന്ന സ്വഭാവം, പൈസ ഫ്രോഡ് കളിക്കുന്ന സ്വഭാവമുള്ള ആൾ ഒറ്റയടിക്ക് നന്നാവില്ല, അയാൾ നിങ്ങളെയും പറ്റിക്കും. അപ്പോൾ കടമുള്ളവൻ, നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടവൻ, നാട്ടുകാരുടെ ഫോൺ എടുക്കാത്തവൻ, ഇതിൻ്റെ മുമ്പ് ചെയ്ത എല്ലാ സംരംഭങ്ങളും പൊട്ടിയവൻ, അതല്ലെങ്കിൽ പിന്നെ കുറേ ആൾക്കാരെ പറ്റിച്ച ഹിസ്റ്ററിയുള്ള ആൾ, അങ്ങനത്തെ ആളുകൾ അവൻ പണ്ടല്ലേ അവന് പ്രശ്നം, ഇപ്പം അവൻ ഡീസൻ്റ് അല്ലേ എന്ന് വിചാരിച്ചാൽ അവൻ്റെ കൂടെ നിൽക്കണ്ട. അവൻ്റെ അടുത്ത ഒരു ഇര മാത്രമാണ് നിഷ്കളങ്കനായ നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ആളുകളെ വിശ്വസിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. വളരെ ശ്രദ്ധിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട, ഞാൻ BCCയുടെ ബിസിനസ് കോച്ചിങ് ക്ലബിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകളായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അടിസ്ഥാന പ്രശ്നം, ഒരു 90 പേർക്കും 100ൽ 90 പേർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചറിങ്ങിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ കമ്പനിയിലും ബന്ധുക്കളും, അതായത് ജ്യേഷ്ഠനനിയന്മാർ, ഉപ്പമാർ, അതുപോലെ അളിയന്മാർ, എളാപ്പമാർ, അടുത്ത ഫ്രണ്ട്ഷിപ്പ്, അയൽവാസികൾ, അങ്ങനെയുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ട്. അയൽവാസി, ഫ്രണ്ട്, ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഇവരെ കുത്തി നിറച്ചിട്ടാണ് ഡയറക്ടർ ബോർഡ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീനിയർ മാനേജ്മെൻറ്റും ഫോം ചെയ്തിട്ടുള്ളത്. അത് ഒരു ഫാമിലി ബിസിനസ്സിന്, അതല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സിന് വളരെ നല്ലതാണ്. പക്ഷേ ഒരു ലുലു പോലെയുള്ള, നെസ്റ്റോ പോലെയുള്ള, ജിപാസ് പോലെയുള്ള, സിറ്റി ഫ്ലവർ പോലെയുള്ള ഒരു ലാർജർ ഓർഗനൈസേഷനായി, ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡായി വളരണമെന്ന് സ്വപ്നം കാണുന്ന ഒരാൾക്കും
ഈ ബന്ധുക്കളായിരിക്കും നിങ്ങളെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുക. കാരണം പല ഘട്ടങ്ങളിലും നമ്മൾ സിസ്റ്റവും പ്രോസസ്സും കൊണ്ടുവരുമ്പോൾ അവരോട് നമുക്ക് നോ പറയാൻ പറ്റില്ല. അത് പ്രായോഗികമായിട്ട് അനുഭവിച്ചവർക്ക് ഇതറിയാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല മുട്ടൻ പണി തന്നിട്ടുണ്ടാകുക നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ വേറെ ബ്രാഞ്ച് തുടങ്ങി കൊടുത്തോളൂ, വേറെ കമ്പനി തുടങ്ങി കൊടുത്തോളൂ, ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ, അനിയന് വേറെ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങട്ടെ, എല്ലാവരെയും രക്ഷപ്പെടുത്തു. പക്ഷേ സ്വന്തം കമ്പനിയിൽ കൊണ്ടുവന്ന് ഡയറക്ടർ ബോർഡിൽ പാർട്ട്ണർഷിപ്പിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളതാണ് 90% കമ്പനികളുടെയും ചരിത്രം നമ്മളോട് പറയുന്നത്. വെറുതെ ഒരു അഭിപ്രായം പറയുകയല്ല, അനുഭവസ്ഥനായ ഒരു വ്യക്തി പറയാണ്. ഒരുപാട് നൂറുകണക്കിന് കമ്പനികളെ കണ്ട ഒരാളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് കണ്ടറിയാത്തവൻ കൊണ്ടറിയും. പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പം ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ആണയിട്ടാൽ ചെറിയൊരു കാര്യം, പാർട്ട്ണറുടെ ആരോഗ്യമൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. പാർട്ട്ണറുടെ ആരോഗ്യമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ കൂടുതലുള്ള ചർച്ചകളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ ബിസിനസ് കോച്ചിങ് ക്ലബ്ബിൽ ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് ലീഗൽ സ്ട്രക്ചറിങ്, പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചറിങ്, ബ്രാൻഡിങ് സ്ട്രക്ചറിങ്, അതിൻ്റെ സിസ്റ്റം ബിൽഡിങ്, ടീം ബിൽഡിങ്, പ്രോസസ് ബിൽഡിങ്, ഫണ്ടിങ്, ബ്രാൻഡിങ്, ഗ്രോയിങ്, അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ എലമെൻസും ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു 1 ഇയർ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് BCC. ഇത്തരം എന്താണ് പറയുക ഡെപ്തുള്ള ചർച്ചകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും ബിസിനസ് ഓണേഴ്സിനെ, പ്രോഗ്രസീവ് ആയിട്ടുള്ള വിഷണറി ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ ക്ഷണിക്കുകയാണ്. മറ്റൊരാശയവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.